ഏപ്രിൽ 9-ാം തീയതി കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സഖാവ് പിണറായി വിജയനാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടരുന്നത്. ചുവപ്പിന് ഇടതുപക്ഷ മുന്നണിക്ക് ഒരു 3-ാം ഊഴം ഭരണരംഗത്ത് ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമുള്ളവർ വളരെ കുറവാണ്. കാരണം വികസന പ്രവർത്തന രംഗത്തും ക്ഷേമ പ്രവർത്തന മേഖലയിലും ഒരുപോലെ തിളങ്ങാൻ 1ഉം 2ഉം പിണറായി സർക്കാരുകൾക്ക് സാധിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർക്ക് മാസം ഒരു തവണ പോലും കുടിശ്ശിക വരുത്താതെ പെൻഷൻ നൽകിയത് സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരം ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ്. അല്ലാതെ ആ പെൻഷൻ കൊടുക്കുന്നതിൽ ഒരു വീഴ്ച ആർക്കെങ്കിലും നമ്മളുടെ സംസ്ഥാനത്ത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുമോ? വയോജനങ്ങൾക്ക് ആ 2000 രൂപ എന്ന് പറയുന്നത് അവർക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷയുടെ ഒരു വല്ലാത്ത തലമാണ് സമ്മാനിക്കുന്നത്. 32 ലക്ഷം ആളുകൾക്ക് 600 രൂപ പെൻഷൻ 18 മാസം കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോയവരാണ് UDF സർക്കാർ. അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡുള്ള UDFൽ നിന്ന് അതല്ലാതെ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? 14,000 കോടി രൂപ ഒരു വർഷം ആവശ്യമായി വരുന്നു പെൻഷൻ നൽകാൻ. 5 ലക്ഷത്തിലധികം വരുന്ന വീടില്ലാത്തവർക്ക് വീട് കൊടുത്ത സർക്കാരിന്റെ പേരാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ എന്നുള്ളതിൽ ആർക്കാണ് തർക്കം? 5.5 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് 10 വർഷത്തിനിടയിൽ വീട് നൽകുവാൻ സാധിച്ച ഗവൺമെന്റിനെ എങ്ങനെ, എന്തിന്റെ പേരിൽ ജനങ്ങൾ മാറ്റി നിർത്തും? സാധാരണക്കാരന്റെ മക്കൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ സാധിക്കുമായിരുന്നില്ലല്ലോ. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ വന്നില്ലേ? ആ ബാച്ചുകൾ കൊണ്ടുവന്നതാണോ? ആ ബാച്ചുകൾ പ്രയോഗവൽക്കരിച്ചതാണോ? ഇടതുപക്ഷ സർക്കാരിനെതിരായി ജനവികാരമുണ്ടാകുന്നതിന്റെ കാരണം വ്യാവസായിക രംഗത്ത്, ആരോഗ്യരംഗത്ത്, കാർഷിക മേഖലയിൽ, ഏത് മേഖലയിൽ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രവർത്തനം മോശമായതുകൊണ്ടാണ് സർക്കാരിനെതിരായി ജനവിരുദ്ധ വികാരമുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, നാട്ടിൽ ഗവൺമെന്റിനെതിരായി ഒരു ജനവിരുദ്ധ വികാരവും ഇല്ല. ഇറാഖിന്റെ മണ്ണിലേക്ക് അമേരിക്കയുടെ പട ഇരച്ചെത്തിയപ്പോ സദ്ദാം ഹുസൈന്റെ മതം പരിഗണിച്ചവരല്ല ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ. 40 കൊല്ലം ലിബിയയിൽ പ്രസിഡന്റായി വിരാജിച്ച മുഅമ്മർ ഗദ്ദാഫിയെ അധികാരത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് താഴെയിട്ട് അങ്ങാടിയിലൂടെ നടത്തിക്കൊണ്ടുപോയി പിന്നിൽ നിന്ന് പിച്ചാത്തി കൊണ്ട് കുത്തി മലർത്തി കൊന്നു തള്ളി ഒരു ഇറച്ചിക്കടയുടെ ഫ്രീസറിൽ മൃതദേഹം സൂക്ഷിച്ച സംഭവമുണ്ടായപ്പോൾ മുഅമ്മർ ഗദ്ദാഫിയുടെ മതം നോക്കി ഗദ്ദാഫിയുടെ കൂടെ നിൽക്കാതെ മാറി നിന്നവരല്ല ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റുകാർ. സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാരിന് വേണ്ടി കേരള നിയമസഭയിൽ തവനൂരിൽ നിന്ന് ജയിച്ചു പോകുന്ന പ്രതിനിധിയുടെ കൈ ഉയരണം. അതിന് നിങ്ങളെല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലോറി അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് ഭിന്നമായി ഒരുപാട് വോട്ടുകൾ നമുക്ക് കിട്ടുമ്പോ ആ വോട്ടെല്ലാം അട്ടിയാക്കി ലോഡ് ചെയ്യാൻ ഒരു ലോറി തന്നെ വേണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ലോറി ചിഹ്നമായി എടുത്തത്. ആ ലോറിയിലായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ വോട്ടും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അതെ, വീട്ടിലെ മക്കളെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഡ്രസ് എടുക്കാൻ നേരെ ശോഭിക വെഡിങ്സിലേക്ക് പോരിട്ടോ. ആഘോഷം ഏതും ആയിക്കോട്ടെ, ഡ്രസ് ശോഭിക്കുന്നു. നമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ ശോഭിക വെഡിങ്സിന് എടുത്തിരിക്കണം. നമ്മൾ ഹാപ്പിയാ അല്ലേ? ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റ്യാടി, നിലമ്പൂർ, എടപ്പാൾ.